വിചാരിച്ചത്. സത്യം കൂടിപ്പോയ ഒരു 10-15 ഞാനൊരു 50-60 അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. I feel like I'm losing my mind. Is everybody in the world blind? B2 ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ആക്ച്വലി ഇന്നലെ ആയിരുന്നു, ഇന്ന് വൈകിട്ടായിരുന്നു പറയേണ്ടത്. പക്ഷെ ഇന്നലെ വൈകിട്ട് നമ്മള് ഓൾറെഡി കാര്യങ്ങൾ രാജേഷ് ബ്രോയുടെ ബർത്ത്ഡേ ഒക്കെ സംബന്ധിച്ച് നമ്മളത് ഇന്നത്തേക്ക് മാറ്റി. അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങള് ആക്ച്വലി ഇത്ര എത്തുമെന്ന് കരുതിയതല്ല. ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് വലിയ രീതിയിൽ എത്തിയൊന്നുമല്ല. ഞങ്ങൾ ഇതുവരെയെങ്കിലും എത്തുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഞങ്ങൾ അങ്ങനെ 1K ആയിരിക്കുകയാണ്. അതിന്റെ ഭയങ്കര സന്തോഷം. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞങ്ങള് തുടങ്ങിയ സമയത്തൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്ര എത്തുന്നോ അല്ലെ ഇത്രയും വരെ കൊണ്ടുപോകാൻ പറ്റും. 1K ആവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചിന്തിച്ചതുപോലെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ആദ്യം ഞാൻ ചാനൽ തുടങ്ങുന്നത് ഞാനാണല്ലോ. അപ്പോഴ് നീ എന്ത് തുടങ്ങിയാലും കുറച്ച് കഴിയുമ്പോ അത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരംഭ ശൂരത്വം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തന്നെ നിനക്ക് ആരംഭ ശൂരത്വം എല്ലാം പകുതിക്ക് തുടങ്ങിയിട്ട് നിർത്തിയിട്ടോ. അതുകൊണ്ട് ഇതും അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ പ്രതീക്ഷ എന്താണെന്ന് അറിയാവോ? ആക്ച്വലി ഇവള് എന്നെയും കൂടെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരുന്നു പരിപാടി. എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ചെയ്യണം, ഞാൻ സംസാരിക്കണം, ഞാനെല്ലാം ചെയ്യണം എന്നൊക്കെ. എനിക്കാണെങ്കിൽ ഇതിന്റെ താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് അറിയത്തില്ല. ഭയങ്കര നാണവും മടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ കരുതുന്നത് അറിയാം. മനസ്സിൽ ഞാൻ ചിരിച്ചു, ദൈവമേ കുഴപ്പമില്ല, ഇവള് തുടങ്ങട്ടെ. ഇവള് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10 വീഡിയോ അതിൽ കൂടുതൽ ഇവള് ഇടത്തില്ല. അതിനു മുമ്പ് നിർത്തും. ആ ഒരു കണക്കൂട്ടിൽ നിന്നത്. അപ്പോഴന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനും അങ്ങ് ഇൻട്രസ്റ്റ് ആയി. ഞാനിപ്പോ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് കുറച്ചൊക്കെ. ഞാനും വല്ലാണ്ടൊന്നും ആയിട്ടില്ല. നമ്മള് വലിയ മറ്റുള്ളവരെയൊക്കെ നോക്കുകയാണ്, അപേക്ഷിച്ച് നോക്കുകയാണ്, നമ്മളൊന്നും എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട്. വണ്ടി എത്തുന്നു ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചത്. സത്യം കൂടിപ്പോയ ഒരു 10-15 ഞാനൊരു 50-60 അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഇവളാദ്യം കവിത എഴുതിയായിരുന്നു, കവിതയൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ കവിതയില്ലേ, കവിതയൊക്കെ ഇപ്പൊ അങ്ങ് സ്റ്റോക്ക് അങ്ങ് കവിതയൊക്കെ എത്രമാത്രം എഴുതാനാണ്. ഈ ജോലിയുടെ സമയത്തിനിടയ്ക്ക് നമുക്ക് കവിത എഴുതണമെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് പെട്ടെന്ന് എഴുതാനൊന്നും പറ്റില്ല. കവിതയ്ക്ക് നല്ല നല്ല വാക്കുകൾ യൂസ് ചെയ്യണം, നല്ല വാക്കുകൾ ഉപയോഗിക്കണം. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് അങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല നല്ല വാക്കുകൾ കിട്ടും. അതൊക്കെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല കവിതകൾ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒമാന് ജോലി ചെയ്തുകൊണ്ട് ജോലിയുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് എഴുതാനുള്ള സൗകര്യം ഇല്ല. അതിനുള്ള ബുക്കുകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിൽ ഇവിടെ അതിന് കിട്ടത്തുമില്ല. അതുപോലുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മളിപ്പോ ഈ ചാനലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കുപ്പിക്കുന്നത് ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ കൂട്ടുകാരുടെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തെന്ന് ഞങ്ങളത് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാരെല്ലാം അല്ലാതെയും കളിയാക്കി. ഞങ്ങള് ഇവർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ കളിയാക്കി. എന്നിട്ട് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അവര് നമ്മള് അങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും വലിയതായിട്ട് കളിയാക്കില്ല കേട്ടോ. സത്യം പറയാം, ഇതുവരെ അങ്ങനെ കൂട്ടുകാരങ്ങനെ വലുതായിട്ട് കളിയാക്കിയില്ല. പക്ഷെ കളിയാക്കവരുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടും. പുറത്തോ എന്നൊക്കെ ഉള്ള ആളുകൾ ഇഷ്ടം പോലെ കളിയാക്കുന്നുണ്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്നൊരു നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് കളിയാക്കി. എല്ലാരും ഒരു കാര്യം പറഞ്ഞാൽ ഇത് ഇതൊക്കെ നമ്മൾ പലരും ചെയ്ത് തുടങ്ങിയത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ പലരും പറഞ്ഞാൽ ഒരു 1000കണക്കിന് 10,000കണക്കിന് ഹിറ്റ് ചാനലുകളുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അവര് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും വേണം, 4000 മണിക്കൂറും വേണം, എങ്ങനെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഭയങ്കര നമുക്ക് എളുപ്പം ചെയ്യാം എന്ന് പറഞ്ഞവരുണ്ട്, എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. പക്ഷെ എങ്കില് മണിക്കൂർ ഒപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളല്ല. അപ്പോഴേ ഞങ്ങൾ എന്തുപോലും കഷ്ടപ്പെട്ടാണെങ്കിലും എങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ത് പറയണം തുടങ്ങിയ കാലം മുതൽ ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളെ ഇവിടെ വരെയൊക്കെ എത്തിച്ച് നിർത്തുകയും ചെയ്താൽ നിങ്ങളോടാണ് ഞങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ളത്. എങ്ങനെ ആയെന്ന് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിശ്വസിക്കാനേ പറ്റുന്നില്ല. 1K ഒക്കെ എത്തുവാന്ന് പറയുന്നത് ഏതറിഞ്ഞൂടെ സെലിബ്രേഷൻ ആയിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. കാരണം 2 വർഷം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ട് എന്തായാലും 1K എത്തി. അങ്ങനെയൊക്കെ ഇട്ടോ കണ്ടിന്യൂസ് ഇട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളൊക്കെ ഒരു ലെവലിലേക്ക് എത്തിപ്പോയിന്. അപ്പോഴ് എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഇന്നലെ വൈകിട്ടാണ് ആയത്. ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളും അറിഞ്ഞില്ല. ഞാനിങ്ങനെ
ജോലി സ്ഥലത്ത് നിന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചായ നമ്മള് 1K വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഞാനൊരു 1K വീഡിയോസോ നമ്മളോ ഞാൻ ഇടയ്ക്കൊക്കെ നോക്കുമായിരുന്നു ഇത് 1K വീഡിയോസ് ഞാൻ പോടി 1K ആയോ നമ്മള്. ഞാൻ പറഞ്ഞ അതെ ഞങ്ങളങ്ങനെ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചാനല് ഞങ്ങള് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് 1K വീഡിയോ ആയിരിക്കുകയാണ് കേട്ടോ. 1000-ന് മുകളിൽ വീഡിയോസ് 1000-ന് മുകളിൽ ഞങ്ങളുടെ ചാനലിൽ ഇട്ടു. പക്ഷെ നമ്മളെ ചാനൽ എടുത്ത് നോക്കുമ്പോ വലിയ രീതിയിലൊന്നും റീച്ച് ആയിട്ടില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ ഇത് ശത്രുക്കളായിട്ടുള്ളതും നമ്മളെ അനാവശ്യങ്ങൾ പറയുന്ന ആൾക്കാർ കുറച്ചുണ്ട്. അവരെക്കാളും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആ ഒരു സന്തോഷം, അതൊരു ഭയങ്കര സന്തോഷമായിട്ട് പകുതിക്കൊക്കെ വെച്ച് ഞങ്ങള് ഇട്ടെറിഞ്ഞിട്ട് പോവാന്നുള്ള ഒരു തോന്നൽ വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഞങ്ങള് പിന്നെയും പറയുന്നവര് പറയട്ടെ, പിന്നെ നമുക്ക് ബാക്കിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടുമ്പോ നമ്മൾ പിന്നെയും വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആരെയും മൈൻഡ് ആക്കുന്നില്ല. നമ്മള് ഇടാനുള്ളത് ഇട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്ത് പോവാ. എന്നെങ്കിലും ദൈവം നമ്മളെ സക്സസ് ആക്കും. ഇന്ന് സെലിബ്രേഷന് വേണ്ടി ഒക്കെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ലഡു അടിച്ചുകൊണ്ട് നോക്കുന്ന വെറൈറ്റി ആയിട്ട് കഴിക്കാന്നൊക്കെ കരുതി സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് കരുതി. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ലഡു ഇന്നലത്തെ ഡേറ്റില്ല. എന്താ പറയാ എനിക്കറിയാൻ വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളിപ്പം ഞങ്ങളെയൊക്കെ തിരസ്കരിച്ചിരുന്നെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മൾ അന്നേ നിർത്തിയിട്ട് പോയത്. ഒരുപാട് സ്ഥിരം കാണുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങളെടുത്താ ഞങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഞങ്ങൾ ഇത്രയും സത്യം പറഞ്ഞാൽ 2 വർഷമായി. 2 വർഷം കൊണ്ടല്ലേ കഴിച്ചാൽ 1.5 വർഷം കഴിഞ്ഞു. അടുത്ത ഫെബ്രുവരി 2 വർഷം. ഇത്രയും നാള് ഞങ്ങള് വീഡിയോ ഇട്ട് 1000 വീഡിയോ വരെ ആയി. എന്ന് വെച്ചാൽ 1K വീഡിയോ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോഴ് മുമ്പോട്ടും പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടും പിൻബലവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയി. എല്ലാരും ആദ്യം 1K തമ്പനയിൽ കണ്ടപ്പോ എല്ലാവർക്കും ഒരുവിധം ടെൻഷൻ ആക്കണേ. 1K ഇവരെങ്ങനെ 1K കഴിഞ്ഞില്ലയോ? സബ്സ്ക്രൈബേഴ്സ് അല്ല, വീഡിയോസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടും പോലെ തന്നെയല്ലേ വീഡിയോ. നമ്മൾ അത്രയും വീഡിയോ ചെയ്യുക. 1000 വീഡിയോ എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് നമ്മള് ഇപ്പൊ അതൊക്കെ എടുത്ത് നമ്മള് ചാനലിലോട്ട് വന്നിട്ട് ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മെമ്മറീസ് കൂടെ ഓടി വരും. കാരണം വീഡിയോ എടുത്ത സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, വഴക്ക്, സന്തോഷം, നമ്മൾ പോയ വഴിക്കുള്ള യാത്രക്കിടയിലെ സന്തോഷം, നമ്മുടെ വീഡിയോസ് നോക്കുമ്പോൾ അറിയാം ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് അത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിലും നമുക്ക് നാട്ടിലുള്ളവർ അങ്ങനെ ഒരുപാട് എനിക്കങ്ങനെ അവരെയൊക്കെ എപ്പോഴും കാണാൻ പറ്റുമല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉള്ളതുകൊണ്ട്. വർഷങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും തലമുറകൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് കാണാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുണ്ടാ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോഴെന്താ പറയാ ഒരുപാട് പേരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റി. ഒരുപാട് പേര് ഞങ്ങളോട് കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു. ഈ സമയത്ത് ഞങ്ങൾക്ക് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുപേരെ പറഞ്ഞില്ല, അവർക്കത് ഭയങ്കര സങ്കടം. അതുകൊണ്ട് ഇത്രയും നാളും എന്താ പറയാ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുകയും നമ്മുടെ വീഡിയോയുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുകയും എല്ലാം ചെയ്ത എല്ലാവർക്കും കൂടെ പറയാം ഞങ്ങൾ ഒരുപാട് നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളോട് ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. എന്താ പറയാ മുമ്പോട്ടുള്ള ഇനിയുള്ള യാത്രയിലും ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുക കേട്ടോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പോഴും അതുപോലെ തന്നെ ഞങ്ങള് വീഡിയോസ് ചെയ്യുന്നതിൽ പോരായ്മകള്, കുറവുകള്, മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളുടെ കമന്റ്സിലൂടെ അറിയിക്കാം. അത് ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും, റിജക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ റിജക്ട് ചെയ്യും. പക്ഷെ നിങ്ങളുടെ അഭിപ്രായവും കൂടെ തരണമെങ്കിലേ നമ്മളിപ്പം ഒരു ചാനൽ തുടങ്ങിയത് നമ്മുടെ ഇഷ്ടമല്ലല്ലോ, കാണുന്നവരുടെ ഇഷ്ടം അനുസരിച്ചല്ലേ ചാനലിന് റീച്ച് ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ്സിലൂടെ അറിയിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. അപ്പോഴ് ഞങ്ങളുടെ ചാനൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ കമന്റ്സിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളുടെ മാറ്റം വരുത്തണം. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അത് ഞങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് തന്നെയാണ്. കമന്റ്സ് എഴുതുന്നു പറഞ്ഞാൽ ആർക്കും നിങ്ങളുടെ
ഫോണിൽ നിന്ന് പൈസ പോകും, ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ അങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുള്ള കുറെ പേരുണ്ട്. ലൈക്ക് അടിച്ച പൈസ പോവോ, കമന്റ്സ് എഴുതിയ പൈസ പോവോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന സമയത്ത് എത്രയാ പോയിക്കൊണ്ട് പോകുന്നത് അത് തന്നെ പോകത്തുള്ളൂ. അതിന് കൂടുതലായിട്ടൊന്നും എക്സ്ട്രാ ഒന്നും പോകത്തില്ല. അപ്പൊ നിങ്ങളുടെ കമന്റ്സും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്ന. അപ്പോഴെന്താ പറയാ, ഞങ്ങളെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു കേട്ടോ. അപ്പോഴെന്താ പറയാ, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പം വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.